അപ്പോൾ ഇന്ന് നമുക്കൊരു നൈറ്റ് സ്റ്റഡി വ്ലോഗ് കണ്ടാലോ? ഞാൻ ഡിന്നറൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ലേസും കൂടി കഴിച്ചു. എനിക്കാണെങ്കിൽ ടൊമാറ്റോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണല്ലോ, നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ പ്രിപ്പറേഷൻ വെരി മസ്റ്റാണ്. നമുക്ക് ഇന്ന് കുറേ വർക്കുണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എഴുതാനുണ്ട്. അത് ഞാൻ വലിച്ചെറിഞ്ഞതല്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ സുവോളജി എഴുതാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് ദിവസം കൂടി ബുക്ക് തുറന്നതിൻ്റെ എല്ലാ ഒരു ഇതും എനിക്ക് ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്നാണ് വെക്കേഷനൊക്കെ കഴിഞ്ഞു പോയത്. എനിക്കാണ് പറയത്തക്ക വിധം ഒന്നും ചെയ്യാനും പറ്റിയില്ല. ആദ്യം പീരിയഡ്സ് കൊണ്ടുപോയ എൻ്റെ വെക്കേഷൻ, അത് കഴിഞ്ഞപ്പോൾ പനിയും എടുത്തു. പീരിയഡ്സ് കഴിഞ്ഞ് അത് പോകാറായപ്പോൾ എൻ്റെ വെക്കേഷൻ നേരെ പനിക്ക് കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഒരു കറക്റ്റ് 2 ദിവസം കൂടെ ഉണ്ട് സ്കൂൾ തുറക്കാൻ വേണ്ടി. 2 ദിവസം എന്ന് പറയുന്നത് ഒന്ന് തിങ്കളാഴ്ചയാണ്. അന്ന് പിന്നെ നമുക്ക് എക്സാം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഇരിക്കാമല്ലോ. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന വലിയൊരു പരീക്ഷാക്കാലം തന്നെയാണ്. ലാബ്, വൈവ, പ്രീ മോഡല് അങ്ങനെ ഇഷ്ടംപോലെ പരീക്ഷയാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആണ്ടടാ, കറണ്ടും പോയി. നമ്മൾ പഠിക്കുന്നത് ആർക്കും പൊതുവെ താല്പര്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ അടുക്കളയിൽ പോയി തിരിയൊക്കെ ഒന്ന് എടുത്ത് കത്തിച്ച് നമ്മൾ അങ്ങനെ തന്നെ എഴുതാനിരുന്നു. കാരണം എഴുതി തീർക്കണ്ട. എനിക്ക് മെഴുകുതിരി കത്തുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷനാണ് ഇങ്ങനെ നിറഞ്ഞ് ടക്കനെ പൊട്ടി വീഴുന്നത്. കാരണം അതിനെ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും അത് വളരെയധികം ശക്തി ആർജിച്ച് തിരിച്ചെത്തുന്നുണ്ട്. ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ അസ്. കറണ്ട് അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ചൂടെടുക്കാൻ തുടങ്ങി. കുറച്ച് നേരം ഞാൻ അങ്ങനെ തന്നെ എഴുതി. പക്ഷേ രക്ഷയില്ലാന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ പോയി ഒന്ന് കുളിക്കുന്നത് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാം നടക്കുന്നൊരു ദിവസമാണിന്ന്. പക്ഷേ ഇന്ന് നമുക്ക് പൊതുവെ എഴുതാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ നടക്കുന്നത്. ആഫ്റ്റർ എ റിഫ്രഷിംഗ് ബാത്ത് ഐ സ്ലിപ്ഡ് ഇൻ ടു മൈ മോംസ് കംഫി നൈറ്റി. അല്ലെങ്കിലും കുളി കഴിഞ്ഞിട്ട് നൈറ്റി ഇടുന്നൊരു ഫീൽ വളരെ രസമാണ്. വീട്ടിലെ പോരാളി കാണുന്നത് വരെ മാത്രം എൻ്റെ കൂടെ കുളിക്കാൻ നേരത്തെ മാത്രം കട്ട സപ്പോർട്ടായി നിന്ന് എൻ്റെ കറണ്ടിനെ ഞാൻ ഈ അവസരത്തെ സ്മരിക്കുന്നു. കറക്റ്റ് വീണ്ടും എഴുതാറുന്നപ്പോഴത്തേക്കും കറണ്ട് പോയിടാം. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ആ സുവോളജി അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ തന്നെ എഴുതി തീർത്തു. അപ്പോഴും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങി.